ഈ വേദാന്ത് വെഞ്ചേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പനി പോലെ ഫാമിലി ബിസിനസ് നോക്കി നടത്തുന്നതല്ല. വി ഫോർ വിക്ടറി. വേദാന്ത് എന്ന് പറയുന്നത് ഒരു പേര് മാത്രമല്ല, ഹാർഡ് വർക്ക് കൂടിയാണ്. അത് വെറും ബ്രാൻഡ് അല്ല, ഇമോഷനാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ സാമ്രാജ്യം ഇത്. നിങ്ങളുടെ കമ്പനിയിലെ എംപ്ലോയി എക്സ്ചേഞ്ച്മെന്റ് ഒക്കെ വലിയ കാര്യമാണെന്ന് പറയുന്നത് കേട്ടല്ലോ. കാശ് കൊടുക്കുന്നതും ഫെസിലിറ്റീസ് കൊടുക്കുന്നതും മാത്രമാണ് എംപ്ലോയി എക്സ്ചേഞ്ച്മെന്റ് എന്ന് കരുതരുത്. ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയിയും ഫാമിലി മെമ്പേഴ്സിനെ പോലെയാ. ഇവിടെ ഉള്ളത്ര ജോബ് സെക്യൂരിറ്റി വേറെ ഒരു കമ്പനിയിലും കിട്ടില്ല. സത്യം പറഞ്ഞ ഒരു കാര്യത്തിലും ഞങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവാറില്ല. ഞങ്ങൾക്ക് തരുന്ന സാലറി എല്ലാ വർഷവും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫാമിലി പിരിഞ്ഞു പോകാൻ പാടില്ല എന്ന് ഞങ്ങളുടെ ബോസിന് ആഗ്രഹമുണ്ട്. അതാണ് ഞങ്ങളുടെ കമ്പനിയിലെ എംപ്ലോയി എക്സ്ചേഞ്ച്മെന്റ് എന്ന് പറഞ്ഞ. വേദാന്ത് ഡൈവേർട്ടായി എന്ന് പറയുന്നത് ശരിയാ. കാരണം വേദാന്തിന് മറ്റെന്തോ ഒരു ടെൻഷനുണ്ട്. പക്ഷെ വേദാന്തിനൊപ്പം ഞങ്ങൾ ഇന്നും കൂടെയുണ്ട്. കമ്പനിയിൽ ഒരു പ്രശ്നം ഉണ്ടാവാതെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. വേദാന്ത് സൈൻ ചെയ്യുന്ന ഓരോ ഡോക്യുമെന്റ്സും സുമേഷ് ഒരു 100 തവണയെങ്കിലും വായിച്ചിട്ടാ വേദാന്തിന്റെ കയ്യിലെത്തിക്കുന്നത്. വിശ്വാസം ഈ കമ്പനിയുടെ കൾച്ചറാണ്. അത് അത്രയ്ക്ക് സ്ട്രോങ് ആയതുകൊണ്ടാ നിന്നെ പോലുള്ള ആളുകൾ ഇത്രയൊക്കെ പരാക്രമം കാണിച്ചിട്ടും ഈ കമ്പനിയിൽ നിന്ന് ഒരു മൊട്ടുസൂചി പോലും കൊണ്ടുപോകാൻ പറ്റാത്ത. നിങ്ങളുടെ മുന്നിൽ ഞാൻ കമ്പനിയുടെ അഡ്മിൻ എന്ന രീതിയിലാണ് പരിചയപ്പെട്ടത്. പക്ഷെ ഇപ്പോ എന്റെ മുഴുവൻ ചരിത്രം മനസ്സിലായില്ലേ? ഇനി നിന്റെ ബോസ് ആകാശിനോട് പോയി പറഞ്ഞേക്കും വേദാന്തിന്റെ ഒപ്പം റൗഡി ബേബി നിർത്തി കൂടി ഉണ്ടെന്ന്. ഇതുപോലുള്ള കീറാമുട്ടി പരിപാടിയൊന്നും ഇവിടെ വർക്കൗട്ട് ആവില്ല. ഞാൻ ജീവനോട് ഇരിക്കുന്ന കാലം വരെ വേദാന്തിന് ഒരു പ്രശ്നം വരാൻ ഞാൻ സമ്മതിക്കില്ല. അതെന്താണെന്ന് വെച്ചാ എന്റെ ഫാമിലിയിൽ ഒരിക്കലും ആരും വിഷമിക്കാൻ പാടില്ലെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മനസ്സിലായല്ലോ അല്ലേ? തന്റെ ഡയലോഗ്സ് ഒക്കെ കേട്ടപ്പോ ഞാൻ കുറച്ച് ടെൻഷനായി പോയതാ. പക്ഷെ ഇപ്പൊ മനസ്സിലായില്ലേ, എന്ത് പ്രശ്നം വന്നാലും കൂടെ നിൽക്കുന്നവരാണ് ഫാമിലി എന്ന് വിളിക്കുന്നെന്ന്. എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടാണ്. അതാര് വിചാരിച്ചാലും തകർക്കാനും പറ്റില്ല. ഹലോ, എക്സ്ക്യൂസ് മീ. തന്റെ ബോസ് എന്നെ കൊണ്ടുപോയി ഒരു സെപ്പറേറ്റ് പാർട്ടി തന്നത് ഓർമ്മയുണ്ടോ? ഇത് കൊടുത്തേക്ക്, കൊണ്ടുപോടോ. എനിക്ക് കുപ്പി വാങ്ങി പൈസ ചെയ്ത് ഈ സുമേഷ് ആരുടെ കയ്യിൽ നിന്നും ഫ്രീ ആയിട്ട് കള്ളു വാങ്ങി കുടിക്കാറില്ല. ബാക്കി ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ വെച്ചോ, ടിപ്പാണെന്ന് വിചാരിച്ചോ.
ഒരു മിനിറ്റ്. തന്റെ ബോസിനോട് പറ്റുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അവന്റെ ഓവർ സ്മാർട്ട്നെസ് ഒന്നും എന്നോട് കളിക്കേണ്ടെന്ന്. കാരണം എന്റെ കൂടെയുള്ളത് എന്റെ ഫാമിലിയാണ്. എനിക്കൊരു പ്രശ്നം വരാനും ഇവര് സമ്മതിക്കില്ല. ഈ സുമേഷ് വെറും ഒരു PA ആണെന്നാണോ താൻ വിചാരിച്ചത്? ഓഫീസിൽ മാത്രമാണ് അവൻ എംപ്ലോയി. ഇവിടം വിട്ടു കഴിഞ്ഞ അവൻ എന്റെ ഫാമിലി. എന്റെ മൂന്നാമത്തെ അനിയനാ ഇവൻ. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. ഇവര് രണ്ടുപേരും ഇത്രയും നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോ സർപ്രൈസ് തരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതാ. അച്ഛാ, അമ്മേ, അതിഥി, അഞ്ജു, കണ്ണൻ ചേട്ടാ. ആരുടെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. ആരും കാണാനും ഇല്ല. എന്തായാലും ഇന്ന് പുറത്തേക്ക് ആരും പോവില്ല. മെസ്സ് ക്ലോസ് ചെയ്തിരിക്കുക. എന്നിട്ട് ഈ വീട്ടിലുള്ളവരൊക്കെ രാവിലെ ഇതെവിടെ പോയി? ആരെയും കാണുന്നതേ ഇല്ലല്ലോ. സാധാരണ ഞാൻ എഴുന്നേക്കുമ്പോഴേക്കും രാവിലെ കേക്ക് കെട്ടിയേണ്ടതല്ലേ. ഒന്നും അല്ലെങ്കിൽ ഇന്ന് എന്റെ ബർത്ത്ഡേ. എല്ലാവരും ചേർന്ന് എനിക്ക് സർപ്രൈസ് തന്നേ പറ്റൂ. എന്നിട്ട് ഇപ്പൊ ആരെയും കാണുന്നുമില്ല. അമ്മേ, അച്ഛാ, എല്ലാരും കൂടി ഇത് എങ്ങോട്ടാ പോയേ? അമ്മോ, ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോവാ. ദോശമാവ് എടുത്തു വെച്ചിട്ടുണ്ട്. നീ തന്നെ ഉണ്ടാക്കി കഴിക്കണം. ഞങ്ങൾ എത്താൻ ലേറ്റ് ആവും. ബർത്ത്ഡേ എന്റെ അല്ലേ? എന്നിട്ട് ഇവരെല്ലാരും കൂടെയാണോ അമ്പലത്തിൽ പോകുന്നത്? അല്ല, അമ്പലത്തിൽ വൈകിട്ട് വരെ ഇവരെന്ത് ചെയ്യ? എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ കൂടെ പോവില്ലായിരുന്നോ? എന്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ തന്നെ രാവിലെ ദോശ ഉണ്ടാക്കി കഴിക്കണം. അച്ഛാ, ദേ ചേച്ചി വിളിക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കാം. അച്ഛാ, സസ്പെൻസിന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ. അമ്മുച്ചേച്ചി അറിയരുതെന്ന് അതിഥി പ്രത്യേകം പറഞ്ഞതാ. പാവല്ലേ മോളെ. ഇന്ന് അവളുടെ ബർത്ത്ഡേ കൂടിയല്ലേ. ആരും അവളെ വിഷു പോലും ചെയ്തില്ല. എന്തായാലും അവൾക്ക് നല്ല വിഷമമുണ്ട്. അച്ഛാ, അതിനു വേണ്ടിയല്ലേ അതിഥി ചേച്ചി പ്ലാൻ ചെയ്തേ. ഒന്നും സംഭവിക്കില്ല. അച്ഛനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഞങ്ങളുടെ പ്ലാൻ നശിപ്പിക്കരുത്. ഓ ശരി ശരി. ഹലോ മോളെ. അച്ഛൻ തന്നെ ഫോൺ എടുത്ത സ്ഥിതിക്ക് ആദ്യത്തെ വിഷ അച്ഛന്റെ വകയായിരിക്കും. ഗുഡ് മോർണിംഗ് അച്ഛാ. ഗുഡ് മോർണിംഗ് മോളെ. ഞാനും നിന്റെ അമ്മയെ അതിഥി അഞ്ചും കൂടി ഇവിടെ അമ്പലത്തിൽ വന്നതാ. നീ നല്ല ഉറക്കത്തിലായതുകൊണ്ടാ ഞങ്ങൾ നിന്നെ ഡിസ്റ്റർബ് ചെയ്യായിരുന്നു. നീ ടിഫിൻ കഴിച്ച മോളെ? ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റ് ആവും. സൂക്ഷിക്കണേ മോളെ. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം അച്ഛൻ വരെ മറന്നുപോയി. അച്ഛാ, ഇന്ന് എന്താ വിശേഷം എന്ന് പറഞ്ഞേ? ഇന്നെന്താ ഇത്ര വിശേഷം? ഇവിടെ ഒരു പൂജയുണ്ടെന്ന് പറഞ്ഞതല്ലേ? ശരി, ഒന്നുമില്ല, വിട്ടേക്ക്. ഞാൻ കോള് കട്ട് ചെയ്യാം. ബൈ. പൂജക്ക് ലേറ്റ് ആവാ. നിങ്ങൾ രണ്ടുപേരും ഒന്ന് വേഗം വന്നേ. ഞങ്ങളിതേ വരുന്നു. വാ മോളെ. ഇന്നെന്റെ റൗഡി ബേബിയുടെ ബർത്ത്ഡേ.
ഇന്ന് എന്തായാലും അവൾക്ക് നല്ലൊരു സർപ്രൈസ് തന്നെ കൊടുക്കണം. അവള് ഞെട്ടിക്കാൻ ഇപ്പൊ എന്താ ചെയ്യാ? ഇപ്പൊ ഞാൻ അവളെ വിളിച്ചില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് മുഖം വെറുപ്പിച്ചോണ്ടിരിക്കായിരിക്കും അവള്. വീട്ടിലുള്ളവര് വിഷയം ഇതില്ല. വേദാന്ത പോലും ഇത് മറന്നുപോയോ? ഗേൾഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്, ഫസ്റ്റ് വിഷ് ഞാൻ കൊടുക്കണമെന്നോ മിഡ് നൈറ്റിൽ സർപ്രൈസ് കൊടുക്കണമെന്നോ അങ്ങനെ ഒരു വിചാരവും ഇല്ല. ഞാൻ കണ്ടുപിടിച്ചത് പൊട്ടനെയായിപ്പോയി. ഇത്ര നേരമായിട്ടും എന്നെ വിളിച്ചിട്ടില്ല. അമ്മു, നീ ശരിക്കും ഒരു അൺലക്കിയ. നീ ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട. നീ വിചാരിക്കുന്നത് ഒന്നും നടക്കാൻ പോകുന്നില്ല. മാഡം കൊറിയർ. മാഡം 1 സെക്കൻഡ്, ഒരു സിഗ്നേച്ചർ വന്നു. ആ, പേരൊന്നും എഴുതിയിട്ടില്ലല്ലോ. ഇതാരായിരിക്കും അയച്ചേ? ആ, ഇത്രയും വലിയ ബോക്സ് അയക്കണമെങ്കിൽ ഇതിലെന്തായിരിക്കും? ഹാപ്പി ബർത്ത്ഡേ റൗഡി ബേബി. ഹലോ മിസ് റൗഡി ബേബി. നാക്കിന് കുറച്ച് നീളം കൂടുതലുണ്ടെന്ന് വെച്ച് അതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാകാൻ പോകുന്നില്ല. നീ ഒരു റൗഡി ബേബി ആണെങ്കിൽ ഞാൻ സമാനതകളില്ലാത്ത സൈക്കോ ബേബിയാ. പക്ഷേ കുറച്ച് ക്യൂട്ട് സൈക്കോ ആണെന്നേ ഉള്ളൂ. ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണല്ലേ?
ഇത്രയും നാളും വെറും ഒരു കോമ്പറ്റീറ്റർ ആയതുകൊണ്ട് വെറുതെ വിട്ടതാ ഞാൻ നിന്നെ. പക്ഷെ ഇനി മുതൽ ഞാൻ നിന്റെ കാര്യത്തിൽ കുറച്ചധികം സീരിയസ് ആയിരിക്കും. നിന്റെ ബർത്ത്ഡേ ഞാൻ എങ്ങനെയാ സ്പോയിൽ ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ണു തുറന്ന് കണ്ടോ? അല്ല, എന്തിനാ ദൈവമേ ഞാൻ ഈ ദിവസം ജനിച്ചത്, എനിക്ക് ജനിക്കേ വേണ്ടായിരുന്നെന്ന് നീ ദൈവത്തിന് വിളിച്ച് അലറിക്കറിയും. അതാ ഞാൻ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് അഹല്യ, മിസ് സൈക്കോ ബേബി. ഇതിന് ഇത്രയും വലിയ ബിൽഡപ്പ്? ഇത് അയച്ചത് ആരാണെങ്കിലും എന്റെ കയ്യിൽ കിട്ടാതിരിക്കില്ല. ബർത്ത്ഡേക്ക് സദ്യയും പായസവും ഒക്കെ വെക്കുന്നതല്ലേ ഇവിടെ ഉള്ളവരുടെ ഒരു സ്റ്റൈല്. പക്ഷെ നിന്റെ ബർത്ത്ഡേക്ക് ഞാനൊരു കേക്ക് തന്നെ കട്ട് ചെയ്തു. നിനക്ക് വളരെ ചെറിയ പ്രായമല്ലേ, ബട്ട് വാട്ട് ടു ഡു, നിനക്കുള്ള സമയമായി കഴിഞ്ഞു. ഇതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെട്ടേ പറ്റൂ എന്നുണ്ടെങ്കിൽ എന്റെ വേദിൽ നിന്ന് നീ അകലം പാലിച്ചേ പറ്റൂ അമൂല്യം. ഇത് അയച്ചത് ആരാണെങ്കിലും കുത്തി കുത്തി കൊടലെടുക്കും ഞാൻ. ഇനി നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അമൂല്യം വേദാന്തം എവിടേക്കാ പോകുന്നതെന്ന് എനിക്ക് അപ്ഡേറ്റ് കിട്ടിയിരിക്കണം. അതിനു മുമ്പ് നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യും. പിന്നെ വാട്സപ്പ് ഒന്ന് ചെക്ക് ചെയ്തിരിക്കണം. നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് വേണ്ട ക്യാഷ് വന്നിട്ടുണ്ടാവും. വാട്സപ്പിൽ നിങ്ങൾക്ക് ഞാനൊരു താങ്ക് യു അയച്ചിട്ടുണ്ട്.